ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഡയബറ്റീസിനെ കുറിച്ച് അല്ലെങ്കിൽ പ്രമേഹത്തിനെ കുറിച്ചുള്ള മിത്സുകൾ, തെറ്റിദ്ധാരണകൾ. അതിലേറ്റവും പ്രധാനപ്പെട്ട തെറ്റിദ്ധാരണയാണ് ഒരു ഡയബറ്റീസും നമുക്ക് പൂർണ്ണമായും മാറ്റാൻ കഴിയില്ല എന്നുള്ളത്. ഒരിക്കൽ ഡയബറ്റിക് ആയാൽ മരണം വരെ അയാൾ ഡയബറ്റിക് രോഗിയായിട്ട് തുടരും എന്നാണ് പലരുടെയും വിശ്വാസം. ചില അത്ഭുത വെജിറ്റബിൾസ് കഴിച്ചാൽ പ്രമേഹ രോഗം നിയന്ത്രണ വിധേയമാകും എന്നുള്ള ഒരു തെറ്റിദ്ധാരണയും പൊതുവായിട്ട് നമുക്കിടയിലുണ്ട്. ഹായ്, ഞാൻ ഡോക്ടർ ഷിംജി, CMO പ്രകൃതി സൗഖ്യം കാഞ്ഞങ്ങാട്. ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഡയബറ്റീസിനെ കുറിച്ച് അല്ലെങ്കിൽ പ്രമേഹത്തിനെ കുറിച്ചുള്ള മിത്സുകൾ, തെറ്റിദ്ധാരണകൾ. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു തെറ്റിദ്ധാരണയാണ് ഒരു ഡയബറ്റീസും നമുക്ക് പൂർണ്ണമായും മാറ്റാൻ കഴിയില്ല എന്നുള്ളത്. ഒരിക്കൽ ഡയബറ്റിക് ആയാൽ മരണം വരെ അയാൾ ഡയബറ്റിക് രോഗിയായിട്ട് തുടരും എന്നാണ് പലരുടെയും വിശ്വാസം. ഇത് ചില കാര്യങ്ങളിൽ തെറ്റാണ്. ഉദാഹരണത്തിന് ടൈപ്പ് 1 ഡയബറ്റീസ് നമ്മൾക്ക് റിവേർട്ട് ചെയ്യാൻ കഴിയില്ല. അതേസമയം ടൈപ്പ് 2 ഡയബറ്റീസ് പ്രത്യേകിച്ച് പ്രീ ഡയബറ്റിക് സ്റ്റേജിലോ ഏർലി സ്റ്റേജിലോ ഡിറ്റക്റ്റ് ചെയ്താൽ പരിപൂർണമായും നമ്മൾക്കിതിനെ മാറ്റാൻ വേണ്ടി കഴിയുന്നതാണ്. ഡയബേസിറ്റി എന്നാണ് ഡയബറ്റീസിന് ഇപ്പോൾ പറയുക. നിങ്ങൾ കുറക്കുന്ന ഭാരത്തിനനുസൃതമായി പ്രമേഹ രോഗവും നിയന്ത്രണ വിധേയമായി കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഡയബറ്റീസിനെ ഒരു കാരണവശാലും തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല എന്ന് പറയുന്നത് ഒരു വലിയ തെറ്റിദ്ധാരണയാണ്. രണ്ടാമത്തെ തെറ്റിദ്ധാരണ കിഴങ്ങ് വർഗ്ഗങ്ങൾ കഴിച്ചാൽ പ്രമേഹം വർദ്ധിക്കും എന്നുള്ളതാണ്. പലരും പറയുന്നത് ഒരു കാരണവശാലും കിഴങ്ങ് വർഗ്ഗങ്ങൾ കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ശരിക്കും വളരെ തെറ്റിദ്ധാരണാജനകമായ ഒരു സ്റ്റേറ്റ്മെൻറ്റാണിത്. നമ്മുടെ കിഴങ്ങ് വർഗ്ഗങ്ങൾ, പ്രത്യേകിച്ച് മധുരക്കിഴങ്ങ്, ഉരുളക്കിഴങ്ങ് പോലെയുള്ള കാര്യങ്ങളിലൊക്കെയുള്ള കാർബോഹൈഡ്രേറ്റിൻ്റെ പെർസെൻറ്റേജ് 20%. ഈ വെറും 20% മാത്രമുള്ള കിഴങ്ങ് വർഗ്ഗങ്ങൾ നമ്മൾ വല്ലപ്പോഴും മാത്രം കഴിക്കുന്ന സാധനങ്ങളുമാണ്. അതേസമയം ഭൂമിക്കടിയിലൊക്കെ വളരുന്ന ക്യാരറ്റ്, ബീട്രൂട്ടിലൊക്കെ 8% മാത്രമാണ് കാർബോഹൈഡ്രേറ്റ് ഉള്ളത്, പഞ്ചസാര. മഹാഭൂരിപക്ഷം സമയത്ത് നമ്മൾ ധാരാളമായി കഴിക്കുന്ന അരിയിലും ഗോതമ്പിലും ഇത് 75-72%. സേഫാണെന്ന് വെച്ച് നമ്മൾ കഴിക്കുന്ന മില്ലറ്റ്സുകൾ, ചെറുധാന്യങ്ങൾ, ഈ ചെറുധാന്യങ്ങളിലും കാർബോഹൈഡ്രേറ്റിൻ്റെ ഡെൻസിറ്റി 72%. അപ്പം 75-72% ഉള്ള സാധനങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കെ 20% മാത്രം കാർബോഹൈഡ്രേറ്റ് ഡെൻസിറ്റി ഉള്ള സാധനങ്ങൾ കുഴപ്പക്കാരാണ് എന്ന് പറയുന്നതിൽ യാതൊരു അടിസ്ഥാനവും ഇല്ല. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അരിക്കും ഗോതമ്പിനും പകരമായിട്ട് വലിയ പരിധിവരെ കിഴങ്ങ് വർഗ്ഗങ്ങൾ ഉപയോഗിക്കാവുന്നത് തന്നെയാണ്. മൂന്നാമത്തെ കാര്യം, നടന്നു കഴിഞ്ഞാൽ പ്രമേഹ രോഗത്തിനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ്. ഇതും വലിയൊരു മിത്താണ്. പലരും കൊണ്ടുപിടിച്ച് 2 മണിക്കൂറൊക്കെ നടക്കുന്ന ആൾക്കാരുണ്ട്, യാതൊരു ഡയറ്ററി മാനേജ്മെൻറ്റും ഇല്ലാതെ. തീർച്ചയായിട്ടും ഭക്ഷണ ക്രമീകരണം ഇല്ലാതെയുള്ള ഈ നടപ്പ് കൊണ്ട് ഒരു കാര്യവും ഇല്ല എന്ന് തന്നെ പറയാം. ഉദാഹരണമായി, നിങ്ങൾ അരമണിക്കൂർ വളരെ സ്പീഡിൽ നടന്നാൽ, ബ്രിസ്ക് വാക്കിംഗ് നടത്തിയാൽ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് പോകുന്ന കാലറി ഏകദേശം 100 കാലറിയാണ്. ഈ 100 കാലറി നിങ്ങളുടെ ശരീരത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ 2 ബിസ്ക്കറ്റ് മാത്രം നിങ്ങൾ കഴിച്ചാൽ മതിയാവും. അതുകൊണ്ട് തന്നെ നടത്തം എന്നുള്ളത് ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു മാർഗം ആയി പ്രൈമറി കാരണമായിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി കഴിയില്ല. അതേസമയം നിങ്ങൾ എക്സസൈസ് ചെയ്യണം ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാൻ എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വ്യായാമങ്ങൾ അരയ്ക്ക് മുകളിലേക്ക് വരുന്ന മസിൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുക, വ്യായാമം ചെയ്യുക എന്നുള്ളതാണ്. കാരണം അരയ്ക്ക് മുകളിലേക്ക് ചെയ്യുന്ന വ്യായാമങ്ങൾ 20 മിനിറ്റ് ചെയ്യുന്നതും നടത്തം 2 മണിക്കൂർ ചെയ്യുന്നതും ഒരേ റിസൾട്ടാണ് തരാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് നടത്തം കൊണ്ട് മാത്രം, യാതൊരു ഡയറ്ററി മാനേജ്മെൻ്റ് ഇല്ലാതെ നടത്തം കൊണ്ട് മാത്രം പ്രമേഹം മാറ്റാം, കൺട്രോൾ ചെയ്യാം എന്നുള്ളതും മിഥ്യയായ ഒരു ചിന്തയാണ്. ചില അത്ഭുത വെജിറ്റബിൾസ് കഴിച്ചാൽ, ഉദാഹരണത്തിന് പാവക്ക ജ്യൂസ് കഴിച്ചു കഴിഞ്ഞാൽ പ്രമേഹ രോഗം നിയന്ത്രണ വിധേയമാകും എന്നുള്ള ഒരു തെറ്റിദ്ധാരണയും പൊതുവായിട്ട് നമുക്കിടയിലുണ്ട്. ഭക്ഷണ നിയന്ത്രണമില്ലാതെ പാവക്ക കഴിക്കുന്നതുകൊണ്ട് ഒരു ഗുണവും ഡയബറ്റീസിൻ്റെ പേരിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല. ഭക്ഷണ നിയന്ത്രണത്തോടു കൂടി പാവക്ക ജ്യൂസ് കഴിച്ചാൽ അതിന് ഗുണമുണ്ടാകാം. ഭക്ഷണ നിയന്ത്രണമില്ലാതെ പാവക്ക ജ്യൂസ് കഴിച്ചതുകൊണ്ടും പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് ഭക്ഷണ നിയന്ത്രണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ നിയന്ത്രണം എന്നുള്ളതാണ് പ്രൈമറി കൺസേൺ നമ്മൾ എടുക്കേണ്ടതായിട്ടുള്ളത്. ഇനി ഇൻസുലിൻ, അടുത്ത ഒരു മിഥ്യാധാരണ എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ കുറയുന്നത് കൊണ്ടാണ് പ്രമേഹം വരുന്നത്